ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുകളുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ സിനിമ എത്താൻ വൈകിയേക്കും. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അതേപോലെ തന്നെ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ എന്നിവർ ഒരുമിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷത്തേക്ക് നീട്ടിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലാണ്. ഈ മൂന്ന് താരങ്ങൾ, അതായത് സുരേഷ് ഗോപി, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, ഇത്തരം മൂന്ന് താരങ്ങളുടെ ഒരുമിച്ചുള്ള ഡേറ്റുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം വൈകാൻ കൂടുതലും കാരണമായിട്ട് പറയപ്പെടുന്നത് എന്നൊക്കെ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തീർച്ചയായും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. കാന്താര 2 അവസാന ഘട്ടത്തിലേക്ക്. അടുത്ത വർഷം ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. കാന്താരയ്ക്ക് മുന്നേ എന്തായിരുന്നുവെന്ന അന്വേഷണമായിരിക്കും ഈ ഒരു കാന്താര 2 സിനിമയിൽ ഉണ്ടാകുക. AD 400 ആയിരിക്കും ഈ ഒരു കാന്താര 2 സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഒരു കാന്താര 2 സിനിമയുടെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് 150 കോടി രൂപയാണ്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു കാന്താര 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു കാന്താര 2 സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളോ? പ്രശാന്ത് നീലിൻ്റെ KGF യൂണിവേഴ്സിലേക്ക് അജിത് കുമാർ എത്തുമോ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ സിനിമാ ലോകത്തിൽ കൂടുതൽ പേര് മുറ്റുനോക്കുന്ന ഒരു പ്രധാന ചർച്ച എന്നൊക്കെ പറയുന്നത്. പ്രശാന്ത് നീൽ അജിത് കുമാർ കോംബോയിൽ 2 ചിത്രങ്ങൾ വരുന്നുണ്ടെന്നുവെന്ന് റിപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അജിത്തിനോട് 3 വർഷം പ്രശാന്ത് നീൽ പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് എന്നുള്ള തരത്തിലാണ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് നീൽ അജിത്ത് കോംബോയിൽ 2 ചിത്രങ്ങൾ വരുന്നുണ്ടെന്നുവെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ചിത്രം സ്റ്റാൻഡ് അലോൺ സിനിമയായിരിക്കുമെന്നാണ്. ഇനി രണ്ടാമത്തെ ആ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് KGF യൂണിവേഴ്സിലേക്കുള്ള ഒരു ചിത്രമായിരിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത്തിനോടാകെ 3 വർഷത്തോളം പ്രശാന്ത് നീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് സൂചനകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അജിത്തും പ്രശാന്ത് നീൽ കോംബോയിൽ ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാൻഡ് അലോൺ ആയിക്കോട്ടെ, മറ്റൊരു സിനിമ വരുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? KGF യൂണിവേഴ്സിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സോ നിങ്ങൾ അത്തരത്തിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു 2 പേരുടെ ഈ ഒരു കോംബോ, അതായത് പ്രശാന്ത് നീൽ ആൻഡ് അജിത് കുമാർ, ഇവരുടെ കോംബോയിൽ വരാനിരിക്കുന്ന സിനിമ ഏതാണെങ്കിലും നമ്മളത് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള സിനിമയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. നടപ്പിൻ നായകൻ സൂര്യയുടെ കങ്കുവ സിനിമയ്ക്ക് ഒക്ടോബർ 10 ഫ്രീ റൺ. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ബാക്കിയുള്ളതിനാൽ രജനികാന്തിൻ്റെ വേട്ടയൻ എന്ന് പറയുന്ന ഒരു സിനിമ എത്താൻ വൈകുമെന്നാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജ അവധി ദിനങ്ങളും അതേപോലെ തന്നെ 2ാം ശനിയും ഞായറും അടക്കം 4 ദിവസത്തെ വീക്കെൻഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ തന്നെ ഒക്ടോബർ 10 നല്ലൊരു ഡിമാൻഡ് ഉള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നേരത്തെ രജനിയുടെ വേട്ടയനും സൂര്യയുടെ കങ്കുവയും തമ്മിൽ ഒക്ടോബർ 10 ഒരുമിച്ച് ക്ലാഷ് റിലീസായിട്ട് എത്തും എന്നുള്ള തരത്തിലേക്കായിരുന്നു വാർത്തകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേട്ടയൻ സിനിമ റിലീസിൽ നിന്ന് പിന്മാറിയെന്നാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കങ്കുവ സിനിമയ്ക്ക് ഫ്രീ റണ്ണാണ് ഇവിടെ ഒക്ടോബർ 10 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു കങ്കുവ സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. സോ നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം കങ്കുവ സിനിമയുടെ ഒത്തിരി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അതായത് സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ചൊക്കെ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കങ്കുവ സിനിമയ്ക്ക് വേണ്ടി നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. ചിയാൻ വിക്രമിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തങ്കലാൻ എന്ന് പറയുന്ന ഒരു സിനിമ. നിലവിലിതായി ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് വിക്രം പാരഞ്ജിത്ത് ചിത്രം തങ്കലാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് U/BAR സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15 റിലീസിനെത്തുന്ന ഈ സിനിമ കേരളത്തിൽ ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ഗോകുലം മൂവീസാണ് വിതരണം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ മലയാളി താരങ്ങളായിട്ടുള്ള പാർവതി തിരുവോത്ത്, അതേപോലെ തന്നെ മാളവിക മോഹനൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ നായിക വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെ തന്നെയാണ് ഈ ഒരു തങ്കലാൻ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. തളപതി വിജയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. നിലവിലിതായി ഒരു സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഈ ഒരു സിനിമ സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു പടത്തിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗോട്ട് സിനിമയിൽ ആകെ മൊത്തം 6 ഗാനങ്ങളാണുള്ളത്. അതിൽ തന്നെ 2 ഗാനങ്ങൾ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സിനിമയുടെ 3rd സിംഗിൾ, അതായത് 3ാമത്തെ ഗാനം വരും ദിവസങ്ങളിലായിട്ട് തന്നെ റിലീസ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗോട്ട് സിനിമയുടെ ഒരുപാട് ചറബറ അപ്ഡേറ്റ്സ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഗൈസ്, ആരൊക്കെ തന്നെയാണ് ഈ ഒരു ഗോട്ട് പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്.
സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു ഫാക്ട്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക. പിന്നെ എന്തൊക്കെ തന്നെയാണ് അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഗൈസ്.